ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 28. ബാലുവിൻ്റെ ബുള്ളറ്റ് കോളേജ് പാർക്കിങ്ങിലേക്ക് ഒരിരമ്പലോടെ ചെന്ന് നിന്നു. വൈശാഖി മെല്ലെ ഭാസ്കരൻ്റെ പിന്നിൽ നിന്നും ഇറങ്ങി. അവളുടെ മുഖം ഉറക്കമില്ലായ്മ കാരണം ഇടുമ്പിച്ചിരുന്നു. കണ്ണുകൾ നീരുവെച്ചും ആകപ്പാടെ വല്ലാത്തൊരു കോലത്തിലായിരുന്നു പെണ്ണവൾ. അതേസമയം ബാലു വരുന്നുണ്ടെന്നറിഞ്ഞുകൊണ്ട് നിർമ്മലും ജോബിനും കൂടി അവർക്കായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബാലു അവരെ കണ്ടതും ചെക്കന്മാർ രണ്ടുപേരും കൂടി അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആഹാ, ഇന്ന് നേരത്തെയാണല്ലോ രണ്ടും. വണ്ടി ഓഫ് ചെയ്തിട്ട് ചാവി ഒരു പോക്കറ്റിലേക്ക് ഇട്ടു ബാലു. എന്നിട്ട് ഹാൻഡിലിൽ വെച്ചിരിക്കുന്ന ബാഗും എടുത്ത് തോളിൽ തൂക്കിക്കൊണ്ട് അയാൾ അവന്മാരുടെ തോളിൽ കൈയിട്ട് പിടിച്ചു. നിനക്ക് വല്ല പനിയും ഉണ്ടോടാ? ഇവളുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? വൈശാഖിയുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ജോബിന് സംശയം തോന്നി. ഇന്നലെ ഉറങ്ങിയില്ലടാ, അതാ. അവളൊരു ജീവനില്ലാത്ത ചിരി ചിരിച്ചു. എൻ്റെ ബാലു, നിങ്ങളില്ലാത്ത സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്നറിയാവോ? തൊട്ടുമുമ്പിൽ നിൽക്കുന്നവളുടെ മുഖത്തേക്ക് പാളി നോക്കിയിട്ട് നിർമ്മൽ പൊടുന്നനെ പറഞ്ഞു തുടങ്ങി. എന്താടാ? ഭാസ്കരൻ ഒരു ചിരിയോടെ ചോദിച്ചു. ദേ, നമ്മുടെ വൈശുവിന് പെട്ടെന്ന് തന്നെ ഒരു ലൈൻ സെറ്റാവുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോബിൻ പൊട്ടിച്ചിരിച്ചതും വൈശാഖിയുടെ മുഖം ഒരു കൊട്ട പോലെ വീർത്തുപോയി. ആരാ? നമ്മുടെ കോളേജ് ചെയർമാൻ സിദ്ധാർത്ഥാണോ കക്ഷി? പൊടുന്നനെയുള്ള ബാലുവിൻ്റെ വെളിപ്പെടുത്തലിൽ ഇത്തവണ ഞെട്ടിയത് ജോബിനും നിർമ്മലും ആയിരുന്നു. ഇതപ്പോൾ അറിഞ്ഞു? വൈശു പറഞ്ഞോ? നിർമ്മൽ അമ്പരപ്പോടെ വാ പൊളിച്ചു. പിന്നല്ലാതെ, നീ എൻ്റെ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേക്കുമല്ലായിരുന്നോ? ഇന്നലെ തന്നെ അവൾ എന്നോട് സകല കഥകളും പറഞ്ഞു. നീ അവളെ പറഞ്ഞ് പേടിപ്പിച്ച കാര്യം ഉൾപ്പെടെ. ബാലു കളിയായി നിർമ്മലിന് നേർക്ക് കണ്ണുരുട്ടി. അത് പേടിപ്പിച്ചൊന്നുമല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞേ. ബാലു തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ഫാൻസുള്ള സിദ്ധുവേട്ടൻ ഇവളെ കാണുമ്പോൾ മാത്രം എന്താ ഓടി വന്ന് മിണ്ടുന്നത്? ഇവളുടെ പേര് ചോദിക്കുന്നു, നാട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിലെന്തിനാ ഇവൾ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അല്ല, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാ? നിർമ്മൽ ബാലുവിനോട് ചോദിച്ചെങ്കിലും വൈശുവിനെ നോക്കി കൊഞ്ഞനം കുത്തിക്കാട്ടി. വരുന്നുണ്ടേ, വാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഇനി ആ വിഷയം സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വൈശാഖി മുന്നിൽ നടന്നു. ഉറക്കമില്ലായ്മയും രാത്രി മുഴുവനുള്ള എഴുത്തും എല്ലാം കൂടി അവളെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. എടി മോളെ, നിക്കിടി, ഞാനും വരുന്നു. അവൾ പിണങ്ങിപ്പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭാസ്കരൻ അവളുടെ പിന്നാലെ ഓടി. അയാൾക്ക് പിന്നിലായി ഒരു ചിരിയോടെ ചാടിത്തുള്ളിക്കൊണ്ട് അവരും. മുത്തേ, പൊന്നെ, പിണങ്ങല്ലേ. നിർമ്മൽ ഓടിച്ചെന്ന് അവളുടെ മുമ്പിൽ കയറിച്ചെന്ന് നിന്നു. നീ പോയേ, രാവിലെ തന്നെ എനിക്കിപ്പോൾ ആരെയും കൊണ്ട് വന്നേക്കുവാ നീ. അവൾ മുഖം ചുളിച്ചുകൊണ്ട് അവനെ തട്ടി മാറ്റി മുന്നോട്ടേക്ക് നടന്നു. ഹാ, ഇതൊക്കെ ഒരു രസമല്ലേടി. ഇതിനൊക്കെ ഇങ്ങനെ മോന്ത വീർപ്പിക്കാതെ വൈശു കൊച്ചേ. അവളുടെ കയ്യിലിരുന്ന എംബോസിഷൻ്റെ പേപ്പർ കവർ പൊടുന്നനെ ജോബിൻ കയ്യിലേക്ക് വാങ്ങി. 100 എഴുതിയോടെ? ജോബിൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ കെട്ടിലേക്ക് നോക്കി നിർമ്മൽ അവളോട് അമ്പരപ്പോടെ തിരക്കി. എഴുതി. പെണ്ണാലസമായി തലയാട്ടി. ജോബിനും നിർമ്മലും അവളുടെ മറുപടി കേട്ട് വാ പൊളിച്ച് നിന്നുപോയിരുന്നു. കാരണം ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക്ക് മുഴുവനും 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതുക എന്നൊക്കെ വെച്ചാൽ ആരെക്കൊണ്ടും സാധിക്കാത്ത കാര്യമാണ്. അതാണ് അവൾ ഈ ഒറ്റ രാത്രി കൊണ്ട് എഴുതി തീർത്തിരിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും അക്കാര്യം വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റപ്പോൾ കാണുന്നത് എഴുതിക്കൊണ്ടിരിക്കുന്ന വൈശുവിനെയാണ്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നേ ദേവൻ ഇവക്ക് എംബോസിഷൻ കൊടുത്ത കാര്യം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കാര്യവും എംബോസിഷൻ എഴുതാനുണ്ടായ കാരണമൊക്കെ ഇവിടെ നാവിന്ന് വന്നു. ഇന്നലെ ഇതറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്തേലും ചെയ്തേനെ. ബാലു അവളെ കണ്ണുരുട്ടി നോക്കി. വീട്ടിൽ ചെന്നപ്പോഴെങ്കിലും നിനക്കൊന്ന് സാറിനോട് ചോദിച്ചൂടായിരുന്നോടി ഇമ്പോസിഷൻ കുറച്ച് തരാൻ? ജോബിൻ വഴക്കു പറഞ്ഞു. അങ്ങോട്ട് ചെന്നാലും മതി, ഇപ്പം കുറച്ച് തരും. സാർ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് മുട്ടിടിക്കും. അപ്പോഴാ. വൈശുവിന് ഉത്തരം പറയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. നിങ്ങളുടെ മോൻ ശരിക്കും കണ്ണിച്ചോരയില്ലാത്തവൻ തന്നെയാണ് കേട്ടോ. മുന്നിൽ നടക്കുന്ന ബാലുവിനോട് നിർമ്മൽ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. അവന് കണ്ണിൽ മാത്രമല്ലടാ, മൊത്തത്തിലില്ല. അല്ലെങ്കിൽ ഇമ്മാതിരി പണി കാട്ടുവോ? മോനായതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നതാണ് ഞാൻ. ഇവിടെ കൈക്ക്
ഉളുക്ക് വീഴാഞ്ഞത് ഭാഗ്യം. ബാലു അതും പറഞ്ഞ് കൂടെ നടന്ന ജോബിനും നിർമ്മലും കൂടി അതിനെ അനുകൂലിച്ചു. പക്ഷെ വൈശാഖിക്ക് മാത്രം എന്തുകൊണ്ടോ സങ്കടം തോന്നി. മഹാദേവനെ വഴക്കു പറഞ്ഞതിൽ. ഡി, ബെല്ലടിക്കുക, ഇനി സമയമുണ്ട്. നീ കൊണ്ട് ഇമ്പോസിഷൻ കൊടുത്തിട്ട് വാ, അവിടെ ഇപ്പോൾ ആരുമില്ല. ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലൂടെ കടന്നുപോയപ്പോൾ അകത്തേക്ക് തലയിട്ട് നോക്കിയിട്ട് ബാലു വൈശുവിനോട് പറഞ്ഞു, ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. മഹാദേവനോടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നറിഞ്ഞതും വൈശാഖി മടിച്ചു നിന്നു. എടി പൊട്ടി, വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഇത് കണ്ടാൽ നാണക്കേടാ. കയ്യിലിരിക്കുന്ന പേപ്പർ കട്ട് അവൾക്ക് നേരെ നീട്ടിയിട്ട് ജോബിനെ നിർബന്ധിച്ചു. പോണോടാ. അവൾ പേപ്പർ കവർ കയ്യിലേക്ക് വാങ്ങിയിട്ട് വീണ്ടും മടിച്ചു നിന്നു. ആ ബാഗ് ഇങ്ങോട്ട് താ, എന്നിട്ട് നീ ഇത് കൊണ്ടുപോയി കൊടുത്തേച്ചു വാ. അവളുടെ തോളിൽ കിടന്ന കോളേജ് ബാഗ് പിടിച്ച് മേടിച്ചിട്ട് നിർമ്മൽ അവൻ്റെ പുറത്തേക്കിട്ടു. പോയിട്ട് വാ വൈശു, പൊക്കോ, പേടിക്കണ്ട. അവനൊന്നും നിന്നെ പറയില്ല. ഇനി എന്തേലും പറഞ്ഞാൽ തന്നെ ഞാൻ നോയിക്കോളാം. ബാലു ഒന്നും കൂടി വൈശുവിനെ നിർബന്ധിച്ചപ്പോഴാണ് പെണ്ണ് മനസ്സോടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നത്, അതും പേടിയോടെ. എന്നിട്ടും വാതിൽക്കൽ വരെ ചെന്ന് നിന്നിട്ട് അകത്തേക്ക് കയറാൻ മടിച്ചു. വൈശാഖി തിരിഞ്ഞ് വീണ്ടും ബാലുവിനെയും കൂട്ടരെയും നോക്കി. പൊക്കോ എന്നവർ കണ്ണുരുട്ടി ആംഗ്യം കാട്ടുന്നത് കണ്ടതും പിന്നീടൊന്നും പെണ്ണ് ചിന്തിച്ചില്ല. നേരെ മുറിയിലേക്ക് സാവധാനത്തിൽ കയറി. പണ്ടൊന്നും സാറിനെ കാണുമ്പോൾ ഇത്രയധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈടെയായിട്ടാണ് ആളിൻ്റെ സാമീപ്യം തന്നെ ഇത്രമാത്രം വല്ലാതാക്കുന്നത്. അതിപ്പോൾ എന്തുകൊണ്ടാണെന്നൊരു ഊഹവും ഇല്ല. പേടിയാണോ, വിറയലാണോ, അതോ മറ്റു വല്ലതുമാണോ എന്നൊന്നും അറിയില്ല. ഹൃദയമൊക്കെ ഇടിച്ചു പൊട്ടി പോകുന്നത് പോലെയാ തോന്നാം. എന്താണെങ്കിലും വല്ലാത്തൊരു ഫീലാണ്. സർ, അവൾ പതുങ്ങനെ വിളിച്ചു. ടേബിളിന് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ബുക്കിലേക്ക് തലകുമ്പിട്ടിരിക്കുന്നയാൾ വൈശു വന്നതൊന്നും അറിഞ്ഞിരുന്നില്ല. ആ, അവളുടെ വിളി കേട്ടതും ചെക്കൻ മുഖമുയർത്തി. ഇമ്പോസിഷൻ. കയ്യിലിരുന്ന കവറിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു, താ. ഗൗരവത്തോടെ അവൻ വലത്തേക്കായി വൈശാഖിക്ക് നേരെ നീട്ടി. പ്ലാസ്റ്റിക് കവറിൽ നിന്നും ആ പേപ്പർ കെട്ടെടുത്തവൾ ബഹുമാനത്തോടെ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. 100 മൊത്തം എഴുതിയോ? വാങ്ങിച്ചിട്ട് തന്നെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മഹാദേവൻ അവളോട് പൊടുന്നനെ തിരക്കിയത്. എഴുതി സാർ. വൈശു അതേ എന്നുള്ള രീതിയിൽ തലയാട്ടി. നിക്ക്, നോക്കട്ടെ. അവൻ ഓരോ പേപ്പറും എടുത്ത് മറിച്ചു നോക്കി. നമ്പറുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങി. കൃഷ്ണ, ഇങ്ങനെയുണ്ടോ സാറുമാർ? ഇതെല്ലാം കൂടി നോക്കി വരുമ്പോഴേക്കും സമയം ഒരുപാടാകുമല്ലോ. ഇനിയിപ്പോൾ എന്നെ സംശയമായിട്ടെങ്ങാനോ ആണോ ഇങ്ങനെ കിണഞ്ഞു നോക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കുന്നത് പോലെ ഓരോന്നും ശ്രദ്ധയോടെ മറിച്ചു നോക്കുന്നവനോട് അവൾക്ക് ആദ്യമായി പരിഭവം തോന്നി. കുറച്ച് നാളുകൾ മറിച്ചു നോക്കിയിട്ട് അവൻ പിന്നീട് അവസാനത്തെ താളുകൾ വേഗത്തിൽ ഓടിച്ചു നോക്കി. അക്കങ്ങളെല്ലാം കൃത്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാവാം ദേവൻ പിന്നീട് അത് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകാതിരുന്നത്. ഇനി കൊണ്ടുപോയിക്കോ. എല്ലാം നോക്കിക്കഴിഞ്ഞ് ആ കെട്ടെടുത്ത് അവളുടെ നേർക്കവൻ നീട്ടി. ഇതെല്ലാം കൂടി ഞാനിനി എന്തു ചെയ്യാനാ? സാറിന് ഇത് കൊണ്ടുപോയി വല്ല ഡസ്റ്റ്ബിന്നിൽ ഇട്ടുകൂടെ? മടിയോടെ അവൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ കെട്ടുകൾ വാങ്ങിയത് മാത്രമേ വൈശാഖി ഓർമ്മയുള്ളൂ. എങ്ങനെയൊക്കെയോ അത് അവളുടെ കയ്യിൽ നിന്ന് ഊർന്ന് താഴെ തറയിലേക്ക് വീണുപോയിരുന്നു. സോറി സാർ. അവൾ പെട്ടെന്ന് വെപ്രാളത്തോടെ കുനിഞ്ഞിരുന്നു കൊണ്ട് അതെടുക്കുവാൻ നോക്കി. പേപ്പർ കെട്ട് കയ്യിലേക്ക് എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ മുന്നിലുള്ളവനോടുള്ള പേടി കൊണ്ടാവാം അത് വീണ്ടും അവളുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി നിലത്തേക്ക് വീണത്. മാറ്. അപ്പോഴേക്കും മഹാദേവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അവൻ വരുന്നത് കണ്ടതും വൈശു എഴുന്നേറ്റ് ഇത്തിരി അകന്നു മാറി നിന്നു. തറയിൽ കിടക്കുന്ന അഴിഞ്ഞു വീണ പേപ്പർ കെട്ടുകൾ ദേവൻ ഒരു നയത്തിൽ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത് സെറ്റ് ചെയ്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുവാനായി തുടങ്ങിയപ്പോഴാണ് ഇടയിൽ നിന്നും പിന്നു പറഞ്ഞു പോയ ഒരു പേപ്പർ ഊർന്ന് അവൻ്റെ മുൻപിലുള്ള ടേബിളിന് മുകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വീണത്. ആ പേപ്പർ കയ്യിലെടുക്കാൻ വേണ്ടി തുനിഞ്ഞവൻ്റെ കണ്ണുകൾ അതിലെഴുതിയ എന്തോ ഒന്നിൽ കുടുങ്ങിക്കിടന്നു. ഇതെന്താണ് വൈശാഖി? കയ്യിലിരുന്ന പേപ്പർ അവൾക്ക് നേരെ നീട്ടുമ്പോൾ മഹാദേവൻ്റെ മുഖത്തിന് പതിവേൽ കൂടുതൽ ഗൗരവമായിരുന്നു, ദേഷ്യവും. അവൻ്റെ ആ ഭാവം വൈശുവിനെ ഒന്ന് ഞെട്ടിക്കളഞ്ഞു. സർ,
കാര്യം എന്താണെന്നറിയാതെ അവൾ ആ പേപ്പർ മഹാദേവൻ്റെ കയ്യിൽ നിന്നും ഒട്ടൊരു പേടിയോടെ വാങ്ങി. അതിലേക്ക് നോക്കിയപ്പോൾ വൈശാഖിക്ക് ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. മഹാദേവൻ ചുവന്ന മഷി കൊണ്ട് വട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരു വാക്ക് പിന്നീടാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. താൻ എഴുതിയിരിക്കുന്ന ഒരു വാക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതിനാണ് സാറിന് ഇത്രയും ദേഷ്യം. കൃഷ്ണ, ഇനി ഇതിൻ്റെ പേരിൽ വീണ്ടും എന്നെക്കൊണ്ട് ഇത് മുഴുവൻ എഴുതിക്കുമോ? വൈശുവിൻ്റെ കയ്യിലിരുന്ന പേപ്പർ വിറച്ചു. 100 വട്ടം ഇങ്ങനെ എഴുതിയിട്ട് എന്ത് കാര്യമാണ് വൈശാഖി ഉള്ളത്? നോക്കിയേ, തെറ്റെഴുതി വച്ചിരിക്കുന്നത്. കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് മേശയുടെ മുകളിലിരിക്കുന്ന പേപ്പർ കെട്ടിൻ്റെ താളുകളിലൂടെ അവൻ്റെ കണ്ണുകൾ തിരഞ്ഞു നടന്നു. എല്ലാ ഉത്തരത്തിലും ആ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഒന്നാമത്തെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കില്ല. എഴുതി പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അതിലും തെറ്റെഴുതി വയ്ക്കും. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ദേവൻ അവളെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. സോറി സർ, അറിഞ്ഞുകൊണ്ടല്ല. അവൾക്ക് ഭയം തോന്നി. ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. 90 തൊട്ടുള്ള ഭാഗങ്ങളിലാണ് വൈശാഖി അതേ തെറ്റ് ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുകളിലെല്ലാം ചുവന്ന മഷി വട്ടത്തിൽ പരന്നു. ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്ന് എഴുതി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനിനി ഒന്നും പറയുന്നില്ല. പക്ഷേ ഇനി എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കായിരുന്ന 100 അല്ല 200 വട്ടമായിരിക്കും നിന്നെക്കൊണ്ട് ഞാൻ എംബോസിഷൻ എഴുതിക്കുക. കേട്ടല്ലോ? ദേഷ്യത്തോടെ മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ കെട്ടുകൾ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു മഹാദേവൻ. സോറി സാർ, അവൾ വീണ്ടും പറഞ്ഞു. ആ, പൊയ്ക്കോ, പോയിരുന്ന് വല്ലതും പഠിക്കാൻ നോക്ക്. ചെക്കനട് ചാട്ടം ചാടിയതും അവൾ തിരിച്ച് കയ്യിൽ കിട്ടിയതുപോലെയായിരുന്നു. ജീവൻ തിരിച്ച് കയ്യിൽ കിട്ടിയതുപോലെയായിരുന്നു അവിടെ നിന്നും പുറത്തേക്ക് ഓടിയത്. എന്തായടി? ക്ലാസിൻ്റെ വാതിൽക്കൽ തന്നെ അവളെയും കാത്തുനിന്ന മൂവർ സംഘം വൈശുവിനെ കണ്ട ഉടനെ തന്നെ ആകാംക്ഷയോടെ തിരക്കി. ഒന്നും പറഞ്ഞില്ല. ഇനിയും ക്ലാസ് ശ്രദ്ധിക്കാതെ ഇരുന്ന എംബോസിഷൻ 200 ആക്കുമെന്ന് പറഞ്ഞു. വൈശാഖി ആ കെട്ടും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് കയറി. പിന്നിലായി അവരും. നേരെ ചെന്ന് തളർച്ചയോടെ സീറ്റിലേക്ക് ചെന്നിരുന്നവൾ. വയ്യടി നിനക്ക്? അടുത്തിരുന്ന റോസിൽ നിന്ന് ആദ്യം അവൾ നേരിട്ട ചോദ്യം അതായിരുന്നു. വയ്യടി, ഉറക്കം വന്നിട്ട് കണ്ണുകൾ അടഞ്ഞു പോവുക. എംബോസിഷൻ കൊടുക്കണമല്ലോ എന്ന് ഓർത്തു മാത്രമാണ് ഞാൻ വന്നേ. ബാഗ് ഡെസ്കിന് മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മീതെ വൈശാഖി മുഖം ചേർത്ത് വെച്ച് കിടന്നു. എന്നിട്ട് മൊത്തം എഴുതിയോ നീ? റോസ് ചോദിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ കുത്തിയിരുന്ന് എഴുതുകയും ചെയ്ത് സാറിനെ കൊണ്ടേ കാണിക്കുകയും ചെയ്തു. അവൾ മെല്ലെ കണ്ണുകൾ അടച്ചുകൊണ്ട് പിറുപിറുത്തു. അവൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഡി, സാറ് വന്നു. പൊടുന്നനെയാണ് മഹാദേവൻ ക്ലാസ്സിലേക്ക് കയറി വന്നതും കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്നതും. റോസ് അവളുടെ കയ്യിൽ ആഞ്ഞൊരു തട്ടു കൊടുത്തപ്പോഴാണ് വൈശാഖി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് നിന്നതുപോലും. സിറ്റ് ഡൗൺ. അവൻ്റെ മുഴക്കമുള്ള ശബ്ദം കേട്ടതും കണ്ണിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന മയക്കമൊക്കെ പമ്പ കടക്കുന്നത് പോലെ തോന്നി വൈശാഖിക്ക്. അതുകൊണ്ട് അവനെ തന്നെ നോക്കിയിരുന്നവൾ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞതും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവൻ ഓരോരുത്തരോടായിട്ടും ചോദിച്ചു. പറയാത്തവർ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലീവിലായിരുന്നതുകൊണ്ട് ബാലുവിന് ചോദ്യം ചോദിക്കലിൽ നിന്ന് ഇളവ് കിട്ടി. ഉത്തരം പറയാത്തവർ എല്ലാവരും 100 പ്രാവശ്യം എംബോസിഷൻ എഴുതിയിട്ട് നാളെ എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. അവൻ ഓർഡർ ഇട്ടതും കുട്ടികളെല്ലാവരും തലയിൽ കൈവച്ചിരുന്നു പോയിരുന്നു. പക്ഷേ മഹാദേവൻ ആരെയും ശ്രദ്ധിച്ചില്ല. അവൻ അടുത്ത ടോപ്പിക്ക് എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവൻ ഓരോന്നും മെല്ലെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. വൈശാഖിക്ക് അവനെ പേടിയായതുകൊണ്ട് മാത്രം അടഞ്ഞു പോകുന്ന കണ്ണുകളെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. സർ. അവൻ ടോപ്പിക് അവസാനിപ്പിച്ച് തിരിഞ്ഞപ്പോഴാണ് വാതിൽക്കൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ മഹാദേവന് തോന്നിയത്. ഒച്ചകേട്ട വശത്തേക്ക് എല്ലാവരുടെയും നോട്ടം പോയി. നോക്കിയപ്പോൾ കണ്ടു ഒരു കൂട്ടം സീനിയർ കുട്ടികൾ ക്ലാസ്സിനുള്ളിലേക്ക് കയറുവാൻ വേണ്ടി മഹാദേവൻ്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നത്. ഏറ്റവും മുൻപിലായി നിന്ന സിദ്ധാർത്ഥിനെ കണ്ടതും ചെക്കൻ്റെ കണ്ണുകൾ എന്തുകൊണ്ടോ വൈശുവിൻ്റെ നേർക്ക് നീണ്ടു ചെന്നു. പെണ്ണ് മുഖം കുനിച്ചിരിക്കുകയാണ്. യെസ് കമീൻ. ടീച്ചേഴ്സ് ടേബിളിൽ ചാരി നിന്നുകൊണ്ട് അവൻ ആ കുട്ടികളെ അകത്തേക്ക് കൈയാട്ടി വിളിച്ചു. സർ, കോളേജിലെ ഓണം ഫെസ്റ്റ് അടുത്ത മാസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറച്ച് കുട്ടികൾ വേണമായിരുന്നു. ചെയർമാൻ എന്ന രീതിയിൽ സിദ്ധാർത്ഥാണ് സംസാരത്തിന് തുടക്കം ഇട്ടത്.
നേരിട്ട് ചോദിച്ചോളൂ എന്ന രീതിയിൽ ദേവൻ കുട്ടികളുടെ നേർക്ക് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. അവൻ അപ്പോൾ തന്നെ ക്ലാസ്സിലെ കുട്ടികളുടെ നേർക്ക് തിരിഞ്ഞു. മൂന്നാമത്തെ ബെഞ്ചിൻ്റെ അറ്റത്തായിരിക്കുന്ന പെണ്ണിലാണ് ആദ്യമായി അവൻ്റെ കണ്ണുകൾ ഉടക്കിയത്. ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നിട്ടാണ് സിദ്ധാർത്ഥ് സംസാരത്തിന് തുടക്കമിട്ടതും. നമ്മുടെ കോളേജിൽ ഓണം ഫെസ്റ്റ് പ്രോഗ്രാമുകൾ അടുത്ത മാസം അവസാനത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓണത്തിൻ്റെ അവധിക്ക് മുൻപായി നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ ചുമതല മുഴുവനും എൻ്റെ ക്ലാസ്മേറ്റ് നിതാരയ്ക്കാണ്. അതുകൊണ്ട് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ താല്പര്യമുള്ളവൾ ഇവളെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടിയിട്ട് സിദ്ധാർത്ഥ് സംസാരിച്ചു. പെൺകുട്ടികൾ മുഴുവനും സുന്ദരനായ കലിപ്പനായ കോളേജ് ചെയർമാൻ്റെ സംസാരത്തിൽ കുടുങ്ങിക്കിടന്നപ്പോൾ ആൺകുട്ടികൾ മുഴുവൻ അന്നത്തെ ദിവസം എങ്ങനെ ഉഷാറാക്കാം എന്നതിൻ്റെ ഡിസ്കഷനിലായിരുന്നു. വടംവലി മത്സരമുണ്ട്. പേര് തരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ തന്നോളൂ. സിദ്ധാർത്ഥ് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ തന്നെ ത്രിമൂർത്തികളായ ബാലുവും ജോബിനും നിർമ്മലും എഴുന്നേറ്റ് നിന്നിരുന്നു. കൂട്ടത്തിൽ 3-4 ആൺകുട്ടികൾ വേറെയും. ഓക്കെ, നിങ്ങളുടെയൊക്കെ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. കോളേജ് കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. അവൻ നിർദ്ദേശിച്ചതും എഴുന്നേറ്റ് നിന്നവരെല്ലാം തലയാട്ടിക്കൊണ്ട് ബെഞ്ചിലേക്ക് തിരികെയിരുന്നു. അപ്പോൾ ശരി, എല്ലാവരും ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ കമ്പൾസറി ചേരണം കേട്ടോ. അവസാനമായി ഇത്രയും പറഞ്ഞിട്ട് വൈശുവിനെ നോക്കി ചിരിച്ചിട്ടാണ് സിദ്ധാർത്ഥ് ക്ലാസ് റൂമിൽ നിന്നും കൂടെ വന്നവരെയും കെട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അവൻ്റെ ആ പ്രവൃത്തിയിൽ വൈശാഖി ഒന്ന് ചൂളിപ്പോയി. എന്തുകൊണ്ടോ അവളുടെ നോട്ടം ആദ്യം പോയത് മുമ്പിൽ നിൽക്കുന്ന മഹാദേവൻ്റെ മുഖത്തേക്കായിരുന്നു. ആളുടെ കണ്ണുകളും തൻ്റെ നേർക്കാണെന്ന് കണ്ടതും അവൾ ധൃതിയിൽ പേടിയോടെ തല കുനിച്ചു പിടിച്ചു. ഈശ്വര, സിദ്ധുവേട്ടൻ ചിരിച്ചത് സാറ് കണ്ടു. സാറ് തന്നെ തെറ്റിദ്ധരിച്ചു കാണുമോ? ഇന്നലെയും കൂടി ഇക്കാര്യം പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുത്തതാ. സാറ് തെറ്റിദ്ധരിച്ചെങ്കിൽ സാറിനെ പറഞ്ഞ് എങ്ങനെയാണ് ഞാനൊന്ന് മനസ്സിലാക്കുന്നത്? ഞാൻ പറയുന്ന ആൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനെയാ? വൈശാഖിയുടെ തല എന്തിനെന്നറിയാതെ വല്ലാതെ ചൂട് പിടിച്ചു. ഇക്കാര്യത്തിൽ സാറ് തന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള ചിന്ത പോലും ഇവളെ ഇത്രമേൽ അസ്വസ്ഥമാക്കണമെങ്കിൽ ആ ഒരുവൻ അവളിൽ എത്രത്തോളം വേരിറങ്ങിയിട്ടുണ്ടാവണം. പക്ഷേ ഇതുവരെയും അവൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ് ബെല്ലടിച്ചതും ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ബുക്കും എടുത്തുകൊണ്ട് മഹാദേവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലും ആ പെണ്ണ് അറിഞ്ഞില്ല. അവൾ തലകുനിച്ചു പിടിച്ചുകൊണ്ട് ചിന്തകളുടെ ലോകത്തായിരുന്നു. മഹാദേവനെ ഇക്കാര്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം എന്നുള്ള കാട് കയറിയ ചിന്തയിൽ. അപ്പോൾ മുത്തുമണീസ്, ഇന്നത്തെ പാട്ട് ഇത്തിരി വലിയ പാട്ടാണ്. കാരണം ഇന്നലെ ഞാൻ സ്റ്റോറി നിങ്ങൾക്ക് തന്നിരുന്നില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഈ പാട്ടിനുള്ള കമൻറ്റുകളും ഒക്കെ ഒന്ന് ഇട്ടിട്ട് പോകണം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോറിയായിട്ട് നാളെ വരാവേ.